പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ 2 നമ്മളുടെ മോർണിംഗ് ടൈമിലെ എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്ന ടു ഡു ലിസ്റ്റാണ് ആദ്യമേ തന്നെ നമ്മൾ തയ്യാറാക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന പരീക്ഷ 10th പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ന്യൂ SCRTയുടെ ചാപ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂ SCRT ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നാണ് ടു ഡു ലിസ്റ്റിൻ്റെ അകത്ത് ആദ്യമേ തന്നെ നമ്മൾ എഴുതി വയ്ക്കുന്നത്. ഞാൻ ഈ എഴുതുന്ന ടു ഡു ലിസ്റ്റ് ഏകദേശം 9:15 സമയത്താണ് എഴുതി വയ്ക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീഡിയോയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 9:30 മുതൽ 11:30 വരെയാണ് SCRT ചാപ്റ്റേഴ്സിനായിട്ട് നമ്മൾ സമയം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്വാസമൊക്കെ എടുത്തൊന്ന് നേരെ നിവർന്നിരുന്ന് ഒരു 10 മിനിറ്റ് അല്ലെ 10 സെക്കൻഡോളം നമ്മളങ്ങനെ ഒരു റിലാക്സിങ് മൂഡിലോട്ട് എത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ SCRT ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷനൊക്കെ സംഭവിക്കും. അപ്പോൾ വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ ആഹാരമൊക്കെ കൃത്യസമയത്ത് രാവിലെ കഴിച്ചതിന് ശേഷം മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് പല്ല് തേച്ച് ബാത്റൂമിൽ പോകാനായിട്ടുള്ള പരിപാടികളൊക്കെ കൃത്യമായിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു മാറ്റാനായിട്ടും ശ്രമിക്കുക. ഏകദേശം 10 മിനിറ്റ് ഒരു ബ്രേക്കുള്ള സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നതിൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ പഠിക്കുന്നതിൻ്റെ ആ ഒരു വേഗത കുറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നമ്മളുടെ കണ്ടൻറ്റ് തലയിലേക്ക് കയറുന്നതിനെടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്. സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഒരു ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പോലും ആ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റപ്പായിട്ട് മാത്രമാണ് ഞാനത് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5 മണിക്കൂർ എൻ്റെ ഒരു ടൈം ഷെഡ്യൂളായിട്ടാണ് ഞാനിത് കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തത്തില്ല എന്നും കൂടെ ഞാനൊരു ഇത് തരാം. കാരണം ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതും നമ്മൾ പുറത്തു പോകുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വ്ളോഗിൻ്റെ അകത്ത് ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാ വീഡിയോയും ഒക്കെ പകർത്തി വെക്കാനായിട്ടുള്ളൊരു ടൈമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. ഇപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 5 മണിക്കൂറിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പഠിക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷനും കൂടെ വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്നലത്തെ ദിവസം ഞാൻ ഇതുപോലെ തന്നെ 5 മണിക്കൂറിൻ്റെ സ്റ്റഡി വ്ളോഗിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തമ്പിനെയിലെല്ലാം സെറ്റ് ചെയ്ത് 5 മണിക്കൂറാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവസാനം വന്നപ്പോഴത്തേക്കും എനിക്ക് 5 മണിക്കൂർ പഠിക്കാനായിട്ട് സാധിച്ചില്ല. കൃത്യം 2 മണിക്കൂറായപ്പോൾ തന്നെ എനിക്ക് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ അടിച്ചിട്ട് ഞാനത് പതുക്കെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ വൈകുന്നേരം ഒരു ശകലം ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ മാത്രമാണ് ഞാൻ പിന്നീട് പഠിച്ചത്. അത് ഞാനത് പക്ഷേ എനിക്കത് ഓക്കെയാണ്. കാരണം ഞാൻ ആ ഒരു 2 മണിക്കൂർ ഞാൻ ഇരുന്നത് ഭയങ്കരമായിട്ടും ടയേർഡായതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് എഴുന്നേൽക്കുന്നത്. ആ 2 മണിക്കൂർ കൊണ്ട് ഞാൻ എങ്ങനെ ടയേർഡായി എന്നുള്ളതും ആ ഒരു ചോദ്യമാണ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ പഠിക്കാതെ പഠിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു വെപ്രാളവും പരവേശവും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. ഒരു ദിവസം ചെയ്യുന്നതിനെക്കാട്ടിൽ 1% എങ്കിലും കൂടുതൽ നമ്മൾ പിറ്റേ ദിവസം ചെയ്യും എന്നുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു റെസല്യൂഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ചെയ്യണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും മനസ്സിന് സ്ട്രെസ്സ് കൊടുത്തിട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 50 ദിവസത്തിനുള്ളിൽ പോർഷൻ തീർക്കുക എന്നുള്ളത് അത് നമ്മുടെ മാത്രം ആവശ്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. പോർഷൻ പഠിച്ചതിന് ശേഷം നമ്മൾ അത് മേക്കപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളുടെ മാത്രം ആവശ്യമാണ്. എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല. അതുമല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യങ്ങളെക്കാട്ടി കൂടുതൽ എനിക്ക് എന്തോ കൂടുതലുണ്ടെന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള സമീപനമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യം. അതായത് അയ്യോ എനിക്ക് സമയം തികയുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് റിഗ്രറ്റ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സമയം കൂടെ വെറുതെ നഷ്ടപ്പെടത്തേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ ടെറസിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് അടുത്ത ഒരു വോയിസ് ക്ലിപ്പായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ്.
നമ്മുടെ ഫസ്റ്റത്തെ അവറിൽ, അതായത് ആദ്യത്തെ 50 മിനിറ്റിലുള്ള സമയത്തിലാണ് ഇത്രയും വീഡിയോ ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. 50 മിനിറ്റിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, തമ്പനെയിലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് വലിയ പാടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. തമ്പനെയിലിന് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ChatGPT ഉണ്ടല്ലോ, ChatGPTയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഇന്നതുപോലെ തമ്പനെയിൽ നമുക്ക് ചെയ്തു തരണമെന്നും പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്കത് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും സമയലാഭം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ക്ലിക്കാകുമെന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം പേരിലേക്ക് എത്തുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇത് എൻ്റെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഉപാധിയാണ്. നമ്മൾ ഏകദേശം ആദ്യത്തെ ആ ഒരു സെക്ഷൻ കഴിയാറായിട്ടുണ്ട്. ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും 10 മിനിറ്റ് നമുക്ക് ബ്രേക്കും കിട്ടും. അപ്പോൾ ഈ ഒരു 10 മിനിറ്റിൽ നമ്മളിപ്പോൾ ഇതുവരെ എടുത്തു വച്ചിരിക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സെഷൻ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു സെഷൻ കഴിഞ്ഞു. പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനപ്പോൾ അതായത് SCRT ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് നിർത്തുവാണ്. അപ്പോൾ 11:30 നിർത്തണമെന്നാണ് പ്ലാൻ ഇട്ടെന്നുണ്ടെങ്കിലും 11:47 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയത് കൊണ്ടാണ് ആ ഒരു സമയം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്.